ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ സുമിത്രയുടെ ജീവിതത്തിൽ ഓരോരോ ദുരന്തങ്ങൾ ഇങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കുക. ഇത്തവണ മകളുടെ ഒരു ദുരാവസ്ഥയൊക്കെ സുമിത്ര കണ്ടെങ്കിൽ പോലും മകൾ അത് എന്താണെന്ന് അമ്മയോട് തുറന്നു പറയാൻ തയ്യാറായില്ല. മകളാണെങ്കിൽ അമ്മയ്ക്ക് മുന്നിൽ ഓരോരോരോ കാരണങ്ങൾ ഉണ്ടാക്കി പറഞ്ഞ് അങ്ങനെ നടക്കുക. പക്ഷേ സുമിത്രയ്ക്ക് മനസ്സിലായി തൻ്റെ മകൾ എന്തോ ഒരു തീരാ ദുഃഖത്തിലാണെന്നും വലിയൊരു പ്രതിസന്ധിയിലൂടെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യം. അങ്ങനെ ആ ഒരു സംഭവവും കാര്യങ്ങളുമൊക്കെ അവിടെ ഇങ്ങനെ നടക്കുന്നു. ഈ സമയത്ത് നമ്മുടെ സുമിത്രയും മകൾ മനഃപൂർവ്വം അവിടെ നിന്ന് പറഞ്ഞു വിടുന്നതനുസരിച്ച് നമ്മുടെ സുമിത്ര അവിടെ നിന്ന് പോരുകയും ചെയ്തു കേട്ടോ. അങ്ങനെ സുമിത്ര അവിടെ നിന്ന് പോന്നെങ്കിൽ പോലും തൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ എന്താണ് ഇനിയിപ്പോൾ മകളുടെ വീടും പരിസരവും കാര്യങ്ങളൊക്കെ കണ്ടെത്തിയല്ലോ, അതുകൊണ്ട് എന്താണ് എൻ്റെ മകൾക്ക് സംഭവിച്ചതെന്ന് അറിയാനായിട്ട് സുമിത്ര അങ്ങനെ തറപ്പിച്ച് ചിന്തിക്കുന്നു. ഈ സമയത്താണ് സുമിത്രയുമായി വഴിയിലിട്ട് വഴക്കുണ്ടാക്കുകയും അതുപോലെ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ഒക്കെ ചെയ്തതിന് ശേഷം രഞ്ജിത വീട്ടിലേക്ക് വരുന്നത്. രഞ്ജിത വീട്ടിലേക്ക് വരുമ്പോൾ കാണുന്ന കാഴ്ചയെന്ന് പറഞ്ഞാൽ സരസ്വതി അമ്മ ആ വീട്ടിൽ കയറി സ്ഥാനം ഉറപ്പിച്ച് അങ്ങനെ ഇരിക്കുന്നു. അതും അവിടുത്തെ വേലക്കാരിയെ കൊണ്ട് സരസ്വതി അമ്മയുടെ കാല് ഇങ്ങനെ ഞെക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. അപ്പോൾ ഇത് കണ്ടുകൊണ്ടാണ് രഞ്ജിത അങ്ങോട്ടേക്ക് കയറി ചെല്ലുന്നത്. അപ്പോൾ രഞ്ജിത ചെന്ന് ഈ കാഴ്ച കണ്ടപ്പോഴേക്കും വേലക്കാരിയോട് ചോദിച്ചു, ആരാ ഇവരെ എന്താ ഇവിടെ കയറ്റി ഇരുത്തിയിരിക്കുന്നത്, എന്തിനാണ് നീ ഇങ്ങനെയൊക്കെ ചെയ്തു കൊടുക്കുന്നതെന്നൊക്കെ ചോദിച്ചപ്പം, അയ്യോ മോളെ രഞ്ജിതേ, നീ ഇങ്ങനെ ഒച്ചയെടുക്കല്ലേ, നീ എന്നെ തെറ്റിദ്ധരിക്കല്ലേ, നിങ്ങളെന്തിനാ ഇവിടെ വന്നതെന്ന് ചോദിച്ചുകൊണ്ട് അന്നേരത്തേക്ക് സരസ്വതി അമ്മയോട് ദേഷ്യപ്പെട്ടു രഞ്ജിത. അതെ, ഞാൻ മോളുടെ ശത്രുവല്ല കേട്ടോ, മിത്രവാ. പിന്നെ ഞാനിവിടെ വന്നത് മോളെ കാണാൻ വേണ്ടിയിട്ടാണ്, മോൾക്ക് ചില സഹായങ്ങളൊക്കെ ചെയ്തു തരാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു. ഞാനിപ്പോൾ സുമിത്രയുടെ വീട്ടിലാണ് താമസമെന്നും ഞാൻ സുമിത്രയുടെ വീട്ടിൽ താമസിക്കുന്നത് കൊണ്ട് മോൾക്ക് അതുകൊണ്ടുള്ള ഗുണങ്ങൾ ഉണ്ടാകുമെന്നും അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ എനിക്ക് മോൾക്ക് പറഞ്ഞു തരാൻ കഴിയും, അതുകൊണ്ട് തന്നെ സുമിത്രയുടെ ഒരു കളികളും നടക്കാൻ പോകുന്നില്ലെന്നൊക്കെ പറഞ്ഞ് സരസ്വതി അമ്മ പറയുന്നു. അപ്പോൾ സരസ്വതി അമ്മ എങ്ങനെയുള്ള ആളാണെന്ന് അറിയില്ലാത്തത് കൊണ്ട് രഞ്ജിത ഒന്നും മെരുങ്ങാനായിട്ട് ഇച്ചിരി താമസിച്ചു. അപ്പം മോള് എല്ലാം മറച്ചു വെച്ചാലും സത്യങ്ങളൊക്കെ എനിക്കറിയാം, അതുകൊണ്ട് തന്നെ എന്നോട് ഒരുപാട് കാര്യങ്ങളൊന്നും മോള് മറച്ചു വെക്കാനായിട്ട് ശ്രമിക്കേണ്ടെന്നുള്ള കാര്യം പറയുകയാണ് സരസ്വതി അമ്മ. സരസ്വതി അമ്മ ഇത് പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും രഞ്ജിതയ്ക്ക് എന്തായാലും ഈ സരസ്വതി ഒരു ആയുധമായിട്ട് തന്നെ വരുമല്ലോ, കാരണം സുമിത്രയെ തകർക്കാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് സരസ്വതിയെ ചേർത്ത് നിർത്തുന്നത് തന്നെയാണ് നല്ലതെന്ന് രഞ്ജിതയ്ക്ക് അങ്ങ് ബോധ്യമായി. പിന്നെ ഇടഞ്ഞു നിന്ന കൊമ്പൻ്റെ ആ ഒരു ഇടച്ചിലൊക്കെ മാറ്റി നമ്മുടെ രഞ്ജിത വളരെ നയപരമായിട്ട് ഈ സംസാരിക്കാനൊക്കെ ആയിട്ട് ശ്രമിക്കുന്നു. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും സരസ്വതിയമ്മയ്ക്ക് സന്തോഷമായി. പിന്നെ ഞാനിതൊക്കെ ചെയ്തു തരുമ്പോൾ മോൾ എന്നെ ഇടയ്ക്കൊക്കെ ഒന്ന് സന്തോഷിപ്പിച്ചേക്കണേ, ഇടയ്ക്ക് എനിക്കും എന്തെങ്കിലുമൊക്കെ പ്രതിഫലം കിട്ടിയെങ്കിൽ നല്ല കാര്യമായിരുന്നു എന്നൊക്കെ പറഞ്ഞപ്പം സുമിത്രയ്ക്കെതിരെ ആരെൻ്റെ കൂടെ നിന്നാലും അവരെ ഞാൻ ഒരിക്കലും കൈവിടില്ലെന്നും അവരെ ഞാൻ എൻ്റെ കൈവെള്ളയിൽ കൊണ്ട് നടക്കുമെന്നുള്ള കാര്യങ്ങളൊക്കെ പറയുകയാണ് സരസ്വതി അമ്മയോട് ഈ പുള്ളിക്കാരി. പോകുന്ന പോക്കിന് കുറച്ച് പൈസ എടുത്ത് കയ്യിലേക്കും വെച്ചു കൊടുത്തു. അങ്ങനെ കയ്യിലേക്ക് കുറച്ച് പൈസ എടുത്ത് വെച്ച് കൊടുത്തു കഴിഞ്ഞപ്പോൾ കണ്ണു മഞ്ഞളിച്ചു പോയി സരസ്വതിക്ക്. ഒട്ടും പ്രതീക്ഷിച്ചില്ല രഞ്ജിത്ത് ഇങ്ങനൊരു കാര്യം സരസ്വതിക്ക് വേണ്ടി ചെയ്യുമെന്നുള്ള കാര്യം. എന്തായാലും സരസ്വതിയുടെ കയ്യിൽ ഇപ്പോൾ കുറച്ച് പൈസയും കാര്യങ്ങളൊക്കെ വന്നു. സുമിത്ര ഒറ്റി കൊടുക്കുന്നതാണല്ലോ അതിനൊക്കെ ആയിട്ട്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് സരസ്വതി അമ്മ ഞാൻ ഇടയ്ക്കൊക്കെ വരാൻ കേട്ടോ, പിന്നെ അവിടെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ എല്ലാം ഞാൻ അപ്പോൾ മോളെ അറിയിച്ചോളാം എന്നൊക്കെ പറഞ്ഞു. അതെങ്ങനെ അറിയിക്കും, എൻ്റെ നമ്പർ നിങ്ങളുടെ കയ്യിലുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അതൊക്കെ ഈ സരസ്വതി അമ്മയുടെ കയ്യിൽ ഭദ്രമാണ് മോൾ അതൊന്നും ഓർത്ത് വിഷമിക്കേ വേണ്ട കേട്ടോ എന്നൊക്കെ പറഞ്ഞു സരസ്വതി ഭയങ്കര ഇത്. അതും പറഞ്ഞ് സരസ്വതി പൈസ മേടിച്ചങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും സരസ്വതി ഈ ലോകത്ത് ആരെ കൂട്ടുപിടിച്ചിട്ടാണെങ്കിലും സുമിത്രയെ തകർക്കാൻ തനിക്ക് കഴിയണം, അത് കഴിയാത്ത പക്ഷം താൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ലെന്ന് സ്വയം രഞ്ജിത്ത് അവിടെ നിന്ന് ചിന്തിക്കുന്നു. എന്തായാലും ആ ഒരു സംഭവവും കാര്യങ്ങളും ഒക്കെ അവിടെ ഇങ്ങനെ നടക്കുക കേട്ടോ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം വീട്ടിലെത്തിയ നമ്മുടെ സുമിത്ര ഇങ്ങനെ ആലോചനകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇരിക്കുന്നു. അതായത് ശീതളിൻ്റെ കാര്യം, ശീതളിൻ്റെ ആ ഒരു ദുരന്തം, അല്ലെങ്കിൽ ശീതൾ എന്താണ് മറയ്ക്കുന്നതെന്ന്. എന്നിട്ട് ഒരു ദിവസം സുമിത്ര എന്ത് ചെയ്തു, ഈ ചെവി അറിയാതെ ആരും അറിയാതെ പതുക്കെ നമ്മുടെ ശീതളിൻ്റെ വീട് ലക്ഷ്യമാക്കി പോകും, അതും രാവിലെ. അപ്പോൾ സച്ചിൻ വരാൻ വൈകും, സച്ചിനെ കാണാൻ പറ്റില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് 100 മുട്ടായുക്തികൾ പറഞ്ഞാണല്ലോ ഇന്ന് വരെ നമ്മുടെ ശീതളെല്ലാം ഒളിപ്പിച്ച് വെച്ചിരുന്നത്. അങ്ങനെ നമ്മുടെ സുമിത്ര പോയി ശീതളിൻ്റെ വീട്ടിലെത്തി. എന്നിട്ട് ശീതളിൻ്റെ വീടിൻ്റെ ഉമ്മറത്തോടെ ചെല്ലാതെ ശീതളിൻ്റെ വീടിൻ്റെ പിന്നാമ്പുറത്തോടെ ചെന്നപ്പോൾ കാണുന്നതും കേൾക്കുന്നതുമായ കാഴ്ച അത് വളരെ ഭയാനകമായിരുന്നു. കാരണം തൻ്റെ മകളെ അവിടെ ഇട്ട് കൊല്ലുന്ന ഒരു കാഴ്ച അതാണ് കണ്ടത്. അങ്ങനെ ആരും കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ഭർത്താവിൻ്റെ ഊഴം കഴിഞ്ഞ് ഭർത്താവ് അങ്ങ് പോയി. ഇതൊക്കെ കണ്ട് നെഞ്ചു പൊട്ടുന്ന വേദനയോടെ നമ്മുടെ സുമിത്ര ഇങ്ങനെ മറഞ്ഞു നിൽക്കുക കേട്ടോ. അങ്ങനെ ആരും കേൾക്കണ്ടെന്ന് കരുതി ആ ജനലടയ്ക്കാൻ തുടങ്ങുന്ന സമയത്ത് നമ്മുടെ ശീതളിൻ്റെ കൈകളിലേക്ക് സുമിത്ര കയറി പിടിച്ചു. അപ്പോഴേക്കും ശീതൾ ഞെട്ടിപ്പോയി, ആരാണെന്ന് അറിയാത്തത് കൊണ്ടേ. അപ്പോൾ ആകെ വെപ്രാളം കയറി നോക്കുമ്പോൾ അമ്മ
മോളേന്നും വിളിച്ച് നമ്മുടെ സുമിത്ര കരയുമ്പോഴേക്കും അമ്മയോ അമ്മയോ അമ്മ എങ്ങനെ ഇവിടെ വന്നതെന്നൊക്കെ ചോദിച്ച് കരഞ്ഞുകൊണ്ട് ഇങ്ങനെ ചോദിക്കാം. ഇനിയും നീ എന്തിനാ അമ്മയോട് ഇങ്ങനെ മറച്ചു പിടിക്കുന്നത്? എല്ലാം അമ്മ കണ്ടു, എല്ലാം അമ്മ കേട്ടു, എല്ലാം അമ്മയ്ക്കും മനസ്സിലായി. നീ എന്തിനാ ഇങ്ങനെ ത്യാഗം സഹിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിച്ചു. അപ്പോൾ അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഇനിയിപ്പോൾ അമ്മയോട് ഒന്നും മറച്ചു വയ്ക്കാനായിട്ട് പറ്റില്ല. കാരണം ഏറ്റവും സെഡ് കാര്യങ്ങൾ അമ്മ കാണുകയും കേൾക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ സുമിത്രയോട് ഇനി കള്ളം പറയാൻ നിവർത്തിയില്ലാതെ ശീതൾ തൻ്റെ ജീവിതത്തിൽ എന്തൊക്കെയാണോ സംഭവിക്കുന്നത് ആ പ്രശ്നങ്ങൾ മുഴുവൻ അമ്മയുടെ മുന്നിൽ ഇങ്ങനെ തുറന്നു പറയാം. എൻ്റെ പൊന്നുമോൾ ഇതൊക്കെ എങ്ങനെ സഹിക്കുമെന്ന് ചോദിച്ചപ്പോൾ അതൊന്നും സാരമില്ലമ്മേ, ഇതൊക്കെയായിട്ട് ഞാൻ പൊരുത്തപ്പെട്ട് തുടങ്ങി, അല്ലെങ്കിൽ പൊരുത്തപ്പെട്ടു. ഇനിയിപ്പോൾ എനിക്ക് അതിനെപ്പറ്റി ഒന്നുമുള്ളൊരു ചിന്തയോ അല്ലെങ്കിൽ വിഷമോ കാര്യങ്ങളൊന്നും ഇല്ല. അമ്മ എന്നെക്കുറിച്ച് ഓർത്ത് വിഷമിക്കാതിരുന്നാൽ മതി എന്ന് പറഞ്ഞു. പക്ഷേ സച്ചിൻ എന്ന് പറയുന്നവനെ വെറുതെ വിടാൻ നമ്മുടെ സുമിത്ര തയ്യാറാകുമോ? ഒരിക്കലും തയ്യാറാവില്ല. അങ്ങനത്തെ ചുരുളഴിയിക്കുന്ന പല സത്യങ്ങളും നമ്മുടെ സുമിത്രയുടെ മുന്നിലേക്ക് എത്തുന്നു. ഈ സമയത്താണ് ഈ പങ്കജ് ഓഫീസിൽ നിന്ന് ഒരു ദിവസം പൂജ ഇറങ്ങാനായിട്ട് ലേറ്റ് ആയപ്പോൾ, അതായത് നമ്മുടെ അപ്പുമായിട്ടുള്ള സംസാരവും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് വഴക്കുണ്ടാക്കി അങ്ങനെ പോരുന്നതാണല്ലോ, അതെല്ലാം കഴിഞ്ഞ് ഓഫീസിൽ നിന്ന് ഇറങ്ങുമ്പോൾ ലേറ്റായി നമ്മുടെ പൂജയെ ഇവൻ വീട്ടിൽ കൊണ്ടുവന്ന് വിടാമെന്ന് പറഞ്ഞു. പൂജ വേണ്ടെന്ന് പറഞ്ഞെങ്കിലും ഈ പങ്കജ് അത് സമ്മതിച്ചില്ല. പങ്കജ് നിർബന്ധത്തോടു കൂടി പറയാം. അപ്പോൾ വണ്ടിയിൽ കയറിയപ്പോഴാണെങ്കിലും പങ്കജ് ഈ പൂജയോട് ഭയങ്കര സംസാരം. പക്ഷെ പൂജയ്ക്ക് വലിയ സന്തോഷവും കാര്യങ്ങളൊന്നുമില്ല, മുഖമൊക്കെ വല്ലാതെയൊക്കെ ആക്കിയിരിക്കാം. അപ്പോൾ കാരണം ചോദിച്ചപ്പോൾ എന്താ, ഒന്നുമില്ല എന്ന് പറഞ്ഞു. നിൻ്റെ മനസ്സിൻ്റെ വിഷമത്തിൻ്റെ കാരണമൊക്കെ എനിക്കറിയാം, അത് അപ്പുവല്ലേ. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ, നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും തെറ്റിദ്ധാരണകളുണ്ടെങ്കിൽ നിൻ്റെ നല്ലൊരു ഫ്രണ്ട് എന്നുള്ള നിലയിൽ നിൻ്റെ കൂടെ നിന്ന് ഞാനത് പരിഹരിച്ച് തരുമെന്ന് പറഞ്ഞു പങ്കജ്. അപ്പോൾ അത്രത്തോളം ഒന്നും വേണ്ടെന്നും ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നം ഞങ്ങൾ തമ്മിൽ തീർത്തോളാമെന്നൊക്കെ പറഞ്ഞ് പൂജ പങ്കജിനോട് പറഞ്ഞപ്പോൾ ഒരിക്കലും നിനക്കത് പറഞ്ഞു തീർക്കാനായിട്ട് കഴിയില്ലെന്നും അതിന് ഞാൻ തന്നെ മുൻകൈ എടുക്കേണ്ടി വരും. കാരണം ഇപ്പോഴും അപ്പുവിന് സംശയം എന്നെയും നിന്നെയും ചേർത്താണെന്നും അതുകൊണ്ട് തന്നെ ഞാൻ മുൻകൈ എടുത്താൽ മാത്രമേ ആ ഒരു സംശയം മാറി കിട്ടുകയുള്ളൂ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ പൂജയ്ക്ക് സന്തോഷമായി. അപ്പോൾ നിന്റെ കൈ കാണിക്കാൻ പറഞ്ഞു. അപ്പോൾ എന്തിനാണെന്ന് ചോദിച്ചു പൂജ. കൈ കാണിക്കാൻ പറഞ്ഞു. കൈ നീട്ടിയപ്പോൾ കയ്യിൽ തൊട്ട് സത്യം ചെയ്ത് കൊടുക്കുക. സത്യമാണ് ഞാൻ പറഞ്ഞത്, ഞാൻ ഒരിക്കലും നിന്നെ കൈവിടത്തില്ല, നീയും അപ്പവും തമ്മിലുള്ള പ്രശ്നം അത് ഞാൻ പരിഹരിച്ച് തരും എന്ന് പറഞ്ഞ് അങ്ങനെ വാക്ക് കൊടുക്കുക. അങ്ങനെ ആ ഒരു വാക്കും കാര്യങ്ങളെല്ലാം നടക്കുന്നു. ഇതെല്ലാം കഴിഞ്ഞ് നമ്മുടെ ശീതൾ വീട്ടിലെത്തി കഴിഞ്ഞപ്പോൾ സുമിത്രയുടെ നില അതീവ ദയനീയമായുള്ളൊരവസ്ഥ. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ പൂജ സുമിത്രയോട് കാര്യം ചോദിച്ചു. ആ സമയം നമ്മുടെ സുമിത്രയാണെങ്കിൽ ശീതളിൻ്റെ കാര്യങ്ങളെല്ലാം പൂജയോട് പറയാം. ഇത് കേട്ടപ്പോൾ നമ്മുടെ പൂജയും ആകെ തകർന്നു പോയിട്ടോ. ഒരിക്കലും പ്രതീക്ഷിക്കുന്നതല്ല ശീതളേച്ചിക്ക് ഇത്രയും വലിയൊരു ദുരന്തം സംഭവിക്കുമെന്ന് സ്വപ്നം കൊണ്ട് പോലും നമ്മുടെ പൂജ വിചാരിച്ചതല്ല. അപ്പോൾ അതൊക്കെ കേട്ട് അങ്ങനെ മനസ്സ് തകർന്നു നിൽക്കുക. അപ്പോൾ അമ്മ തകർന്നു നിൽക്കുന്നത് കണ്ടപ്പോൾ മകൾ പറഞ്ഞു, വിഷമിക്കൊന്നും വേണ്ട അമ്മ, എല്ലാം ശരിയാകും, ശീതളേച്ചിയുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളെല്ലാം മാറും, അതൊക്കെ ഓർത്ത് അമ്മ ഇങ്ങനെ വിഷമിച്ച് നിൽക്കരുത്, അമ്മ തളർന്നാൽ ഞാനും തളരും എന്നും പറഞ്ഞ് മകൾ ഇങ്ങനെ അമ്മയെ ആശ്വസിപ്പിക്കുന്നു. അപ്പോൾ അമ്മയും മകളും തമ്മിലുള്ള സംസാരം ആശ്വസിപ്പിക്കൽ ഇതെല്ലാം അപ്പുറം ഇപ്പുറം എല്ലാം മാറി നിന്ന് സരസ്വതി കാണുക. കാരണം എന്താ, ഇവിടെ കിട്ടുന്ന ന്യൂസ് അവിടെ കൊടുത്തിട്ട് വേണം അവിടുന്ന് കാശ് മേടിക്കാനായിട്ട്. എന്തായാലും ആ ഒരു ഈ സമയത്ത് ഈ ദീപു തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു എന്ന് തന്നെ പറയാം ആ പരമശിവത്തിൻ്റെ കയ്യിൽ നിന്ന്. എന്നിട്ട് അവിടെ നിന്ന് രക്ഷപ്പെട്ട് നേരെ പോകുന്നത് രഞ്ജിതയുടെ വീട്ടിലേക്ക്. അവിടെ ചെന്ന് പരമശിവവും ഇവരുമായിട്ടുള്ള ബന്ധത്തെപ്പറ്റിയൊക്കെ ദീപുവിന് അറിയാം. അപ്പോൾ ദീപു അത് ഇവരോട് സംസാരിക്കാനായിട്ട് പോയത്, ഇനിയും തന്നെ ഉപദ്രവിക്കരുതെന്നൊന്ന് പറയണം, തനിക്ക് വേറൊരു നിവൃത്തി ഇല്ലാത്തത് കൊണ്ടാണ് പൈസ കൊടുക്കാത്ത, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ കുരുത്തത്തിന് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ രഞ്ജിത ഉണ്ടായിരുന്നില്ല, മറിച്ച് അരവിന്ദ ഉണ്ടായിരുന്നത്. അങ്ങനെ അരവിന്ദ് ഇതൊക്കെ കേട്ട് അങ്ങനെ നിൽക്കുന്നു. ഇതിനകത്ത് എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, അവൻ്റെ സ്വഭാവം നിനക്ക് അറിയില്ലാത്തത് കൊണ്ടാണ്, പിന്നെ നീയാണ് ആ ബ്ലാക്ക് മെയിലർ എന്ന് വിചാരിച്ചിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്, അത് നീ അല്ല എന്ന് നീ തെളിയിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിൻ്റെ പ്രശ്നങ്ങളൊക്കെ തീരും, അപ്പോൾ പിന്നെ നിനക്ക് എളുപ്പമായില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് ഇങ്ങനെ അരവിന്ദ് ചോദിക്കുന്നു. അങ്ങനെ ഇവർ തമ്മിൽ സംസാരിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ യാദൃശികമായിട്ടെന്ന് പറയാമല്ലോ, നമ്മുടെ പൂജ അന്നേരത്തേക്കും വീട്ടിലേക്ക് വരുമായിരുന്നു. പൂജ വീട്ടിലേക്ക്, അതായത് രഞ്ജിതയുടെ വീട്ടിലേക്ക് വന്ന് കയറിയ നമ്മുടെ പൂജ കാണുന്നത് അവരുടെ വീട്ടിൽ നിന്നും അല്ലെങ്കിൽ വീടിനകത്തു നിന്നും ഇറങ്ങി വരുന്ന ദീപുവിനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ആകെ ഞെട്ടലോടുകൂടി നമ്മുടെ മകളിങ്ങനെ നിൽക്കുക. ഇതെന്താ അങ്കിളെന്താ ഇവിടെ നിൽക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ഈ പൂജയെ കണ്ടതും പേടിച്ച് വിറച്ച് ദീപു അവിടെ നിന്ന് ഇറങ്ങി ഓടാനായിട്ട് ശ്രമിക്കുന്നു. പൂജ പിന്നാലെ ചെന്ന്, പൂജ ആരണോ വിട്ടുകൊടുക്കുന്നത്, പിന്നാലെ ചെന്നിട്ട് അങ്കിളെന്താ ഇവിടെയെന്ന് ചോദിച്ചു. അത് പിന്നെ ഒന്നുമില്ല. അപ്പോഴത്തേക്ക് അരവിന്ദ് ഓടി ഇറങ്ങി വന്നു. അതെ, എന്നോട് കുറച്ച് കാശ് കടം ചോദിക്കാനായിട്ട് വന്നതാണെന്നും പറഞ്ഞു. അങ്കിളെന്തിനാ ഇവിടെ നിന്ന് കാശ് കടം മേടിക്കുന്നത്, അതിൻ്റെ ആവശ്യം എന്താ അങ്കിളിനെന്നൊക്കെ ചോദിച്ച നേരത്തേക്കും നമ്മുടെ പൂജ ചോദിക്കുന്നു. അപ്പോൾ രണ്ടെണ്ണം അവിടെ കിടന്ന് പപ്പപ്പ വയ്ക്കുക. അപ്പോൾ അന്നത്തെ ആ ഒരു സംശയം ഒന്നുകൂടി ഊട്ടി ഉറപ്പിക്കുന്ന രീതിയിലായിരുന്നു ഇന്നും
അവിടെ നടന്ന സംഭവ വികാസങ്ങൾ, എന്തായാലും ആ ഒരു കാര്യങ്ങളെല്ലാം അവിടെ സംഭവിക്കുന്നു. സംഭവ ബഹുലമായ ഓരോരോ മുഹൂർത്തങ്ങളോടുകൂടി കെട്ടുകഥകളുടെയും അതുപോലെ ഒളിഞ്ഞിരിക്കുന്ന കഥകളുടെയും ഒക്കെ ചുരുളഴിയുകയാണ് നമ്മുടെ കുടുംബവിളക്കിൽ. ഇനിയിപ്പോൾ അടുത്ത ചുരുളഴിയേണ്ടത് സിദ്ധു എവിടെ, അല്ലെങ്കിൽ നമ്മുടെ രോഹിത്തിന് എന്ത് സംഭവിച്ചു എന്നുള്ളത്. അതെല്ലാം അധികം വൈകാതെ നമ്മുടെ സുമിത്ര കണ്ടെത്തുകയും ചെയ്യും. ഇങ്ങനെയുള്ള പ്രതിസന്ധികളെല്ലാം അവിടെ നടക്കുന്ന സമയത്താണ് വർഷങ്ങൾക്ക് ശേഷം സ്വന്തം മകളെ കാണാനായിട്ട് അനന്യ വന്നെത്തുന്നത്. അനന്യയാണെങ്കിൽ ഭയങ്കര സ്റ്റൈലായിട്ടോ. അങ്ങനെ മോളെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും വളരെ സന്തോഷത്തോടെ കുഞ്ഞിനെ എടുത്ത് കറക്കുന്നു, ചിരിക്കുന്നു, ഉമ്മ വയ്ക്കുന്നു, അങ്ങനെയൊക്കെ ഓരോ സ്നേഹപ്രകടനങ്ങളും കാര്യങ്ങളും ഒക്കെ. ഇനിയിപ്പോൾ അധികം താമസിയാതെ അനന്യയെയും നമ്മുടെ സുമിത്ര കണ്ടെത്തും. അങ്ങനെ ഇവർ തമ്മിലൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാനൊക്കെയുള്ള ഒരു സാഹചര്യങ്ങളും കാര്യങ്ങളും ഒക്കെ വന്നിണങ്ങും. പക്ഷെ അതിനൊക്കെ കാലതാമസം എടുക്കും. അപ്പോൾ അത്തരത്തിലുള്ളൊരു സൂപ്പർ ഹിറ്റ് വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അടുത്ത ആഴ്ചത്തെ നമ്മുടെ കഥ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം. ആരും തന്നെ മിസ് ചെയ്ത് കളയരുത്. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുകയാണ്. താങ്ക് യു. സീ യു അഗൈൻ. ടേക്ക് കെയർ. ബൈ ബൈ.